ദീപകിന്റെ വസതിയിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ എത്തുകയാണ്. ഇപ്പോൾ PS ശ്രീധരൻപിള്ള അങ്ങോട്ടേക്ക് എത്തി കുടുംബത്തെ കാണുകയാണ്. നേരത്തെയും നമ്മൾ കണ്ടതാണ്, BJP-യുടെ നേതാക്കളൊക്കെ അവിടെയുണ്ട്. അപ്പം തന്നെ DYFI ഒക്കെ ഈ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. നിഖിൽ പരമേഷ് ഉണ്ട്. നിഖിൽ, കൂടുതൽ പേർ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പിന്തുണയുമായി എത്തുകയാണ് വീട്ടിലേക്ക്, അല്ലേ? തീർച്ചയായും അനുജ, ഇപ്പോൾ മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ദീപകിന്റെ വീട്ടിലെത്തി അവരുടെ കുടുംബത്തെ കണ്ട് സംസാരിക്കുകയാണ്. കുടുംബത്തിന് ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലീസും ഇതേ സമയം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ഈ BJP അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നിഷ്ക്രിയത്വം ഉണ്ടായി എന്നുള്ളൊരു പരാതി ഉന്നയിച്ചിരുന്നു. ഈ കുടുംബം ആദ്യഘട്ടത്തിൽ പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ തന്നെ വളരെ മോശമായാണ് തങ്ങളോട് പെരുമാറിയത് എന്നുള്ളൊരു ആരോപണം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ BJP നേതാക്കളുടെ സന്ദർശനം കൂടി ഉണ്ടാവുന്നത്. എന്തായാലും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്നലെ ഈ ഗോവിന്ദപുരം എന്ന പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള അടുത്തുള്ള ആളുകളോടൊക്കെ, ഇപ്പോൾ അടുത്ത വീടുകളിലുള്ള ആളുകളൊക്കെ, സ്ത്രീകളടക്കമുള്ളവരൊക്കെ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അവർക്കെല്ലാം പരിചയമുള്ള ദീപക് എന്ന് പറയുന്നത് വളരെ സൗമ്യനായ, ആളുകളോട് സംസാരിക്കാൻ ഒരു മുഖതയുള്ള ഒരു വ്യക്തിയാണ്. ഒരാൾ പോലും ഇത്ര കാലയളവിൽ ഈ യുവാവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമ നമ്മോട് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പൊട്ടിക്കരയുകയായിരുന്നു. കാരണം ഈ മരിക്കുന്ന ദിവസവും നിയമപരമായി നീങ്ങണം എന്ന് താനാണ് അതാണ് നിയമപരമായി യുവതിക്കെതിരെ നീങ്ങാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ദീപക്. അതിനുള്ള എല്ലാ പിന്തുണയും വസ്ത്രവ്യാപാരശാലയുടെ ഉടമ, അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമ നൽകുകയും ചെയ്തിട്ടുണ്ട്. 7 വർഷമായി തനിക്കൊപ്പമുള്ള ആളാണ്. ഒരു തരത്തിലും ഒരു മോശം അഭിപ്രായമില്ല, മറ്റാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ കേട്ടിട്ടുമില്ല എന്നൊക്കെ വ്യക്തമാക്കുകയാണ്. എന്തായാലും വലിയ ഞെട്ടലാണ് കുടുംബത്തിനുമൊപ്പം സഹപ്രവർത്തകർക്കുമൊക്കെ അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. കുടുംബത്തിന് പിന്തുണയുമായി ഒട്ടേറെ പേർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.